എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്. ആരാണ് അത് മൈനോറിറ്റി ആയിപ്പോയി എന്നുള്ളൊരു വ്യാഖ്യാനം മനസ്സിലാക്കാം. പക്ഷെ അതിൽ ഫൈനാൻഷ്യലും എക്കണോമിക്കൽ ഇഷ്യൂസും ഉണ്ട്. എന്താ പറയുക, ഫോർ ദാറ്റ് ഫൈറ്റ്, ആ കമ്മ്യൂണിറ്റിയുടെ ഫൈറ്റ്. അത് കമ്മ്യൂണൽ അല്ല, അത് കമ്മ്യൂണൽ കളർ കൊടുക്കുകയാണ്. മറ്റൊരു ആരോപണം ഇപ്പോൾ പൊതുജനം ഉന്നയിക്കുന്നതാണ്, വഖഫ് ബോർഡിൽ അതിലേക്കുള്ള ഒരു പ്രവേശനം മറ്റു മൈനോറിറ്റീസ് സ്ഥാപനങ്ങളിലേക്കും കൈകടത്താനുള്ള ശ്രമമാണെന്ന് പറയുന്നു. വഖഫ് ബോർഡ് എൻ്റെ ഇഷ്യൂ ബേസിക്കലി ഇത് തന്നെയാണ്. ബംഗാളിനെ പറ്റി ഇത് നിങ്ങൾ ചോദിച്ചെന്നെനിക്ക് പറയുന്നു. വഖഫ് ബോർഡിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്? അതൊരു ലാൻഡ് മാഫിയായിട്ട് മാറിയിരിക്കുന്നു. ആ മുസ്ലിംസായിട്ടൊരു ബന്ധവുമില്ല. അവർ ടച്ച് ചെയ്യുന്ന ലാൻഡ് അവരുടെ സ്വന്തം. ഗവൺമെൻറ് ഞങ്ങളുടെ വീട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ പറയും ഇത് വഖഫ് ബോർഡിൻ്റെ ആണ്. മുസ്ലിം ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണം അവർ കൈകാര്യം ചെയ്യാണ്. ഒരു സെലക്ട് ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ബോർഡും എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ റോൾ എന്താണ്? അവരുടെ പോക്കറ്റ് നിറച്ച് പാവങ്ങൾ മുസ്ലിംസിനെ അതിൽ ഒരു പങ്കാളിത്തരം ഇല്ല. പ്രോപ്പർട്ടി അവർ മേടിക്കുന്നു, എന്ത് വിലയ്ക്കും വിൽക്കുന്നു. നിങ്ങൾക്ക് അപ്പീലിന് പോകണമെങ്കിൽ അവരുടെ ഒരു കോർട്ടുണ്ട്. ആ കോർട്ടിൽ അവിടെ ജസ്റ്റിസ് കിട്ടില്ല. നിങ്ങൾക്ക് ഏത് കോർട്ടിൽ പോയാലും ഒരു മുസ്ലിമിന്റെ വീടും അവർ കൈകയറി എടുക്കാം. അവർ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് അവർക്ക് കൈകയറാം. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെ ട്രാൻസ്പെറൻ്റ് ആക്കാണ്. അതിനെ ഒരു ജുഡീഷ്യൽ റിവ്യൂ കൊണ്ടുവരികയാണ്. നാളെ ഈ ഹോട്ടലിരിക്കുന്ന സ്ഥലം പറയാണ് ഇത് വഖഫ് ബോർഡാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കോർട്ടാണ് അത് തീരുമാനിക്കും. അങ്ങനെ ഒരു നിയമം ലോകത്തിൽ അങ്ങുമില്ല. ഇപ്പോൾ വഖഫ് ബോർഡിന് ചെയ്യേണ്ട റോൾ അതിനെ ട്രാൻസ്പെറൻ്റ് ആക്കിയിരിക്കുന്നു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വഖഫ് ബോർഡ് മുസ്ലിംസിനുള്ളതാണ്. ആ മുസ്ലിം ജനങ്ങൾക്ക്, പാവങ്ങൾക്കുള്ളതാണ്. അവർക്ക് പങ്കാളിത്തരം ഇല്ല. അതിൽ ഒരു എന്താ പറയുക, ക്രീമി ലെയർ ഉണ്ട്. അവർ പ്രോപ്പർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അവരത് വിൽക്കുന്നു. അങ്ങനെ ഒരു മൊഡ്യൂളാണത്. അപ്പൊ അതിനെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഈ റിഫോം ആവശ്യമായിരുന്നു. ഇത് മുസ്ലിംസിന്റെ എതിരല്ല, ഇത് മുസ്ലിം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അവർക്ക് ഇത് ഒന്നും കിട്ടുന്നില്ല. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഇന്ത്യ സഖ്യവും കോൺഗ്രസും